പങ്കെടുക്കുക, പുണ്യം നേടുക, അതുകൊണ്ട് വിജയികളിൽ ഉൾപ്പെടുക എന്നതാണ് നമ്മുടെ മഹത്തായ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മജ്‌ലിസിൽ വരുന്ന ആളുകളൊക്കെ. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഈ മജ്‌ലിസിനെ നല്ല രൂപത്തിൽ സ്നേഹിക്കുകയും സഹകരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആ മുഹിയുദ്ദീൻ ശൈഖ് മുഖേന നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് കനിഞ്ഞ് അനുഗ്രഹം നൽകും. ആ ഒരു വിശ്വാസം, മഹാന്മാരോടുള്ള സ്നേഹം, അവരോടുള്ള അടുപ്പം നാം എത്രത്തോളം കാണിക്കുന്നോ അത്രത്തോളം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റാൻ ഈ ഒരു മജ്‌ലിസ് കാരണമാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെയാണ് ഒരു മഹത്തായ മജ്‌ലിസ് നടക്കുമ്പോൾ അതിൽ എല്ലാവർക്കും സൗഭാഗ്യം കിട്ടണമെന്നില്ല. ഒരു മജ്‌ലിസിൽ പങ്കെടുക്കുക എന്നുള്ളത്, ഒരു നന്മയിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളത്, അത് എല്ലാവർക്കും ആ മനസ്സ് ഉണ്ടാകണമെന്നില്ല. ആ മനസ്സ് ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കൈവരിച്ചു തരുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നിങ്ങളോടും ഉമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ഈ മജ്‌ലിസിൽ പങ്കെടുത്തത് കൊണ്ട് ഒരിക്കലും നാം നിരാശരാവുകയില്ല. ഈ മജ്‌ലിസിനെ നെഞ്ചിലേറ്റിയത് കൊണ്ട് ഒരിക്കലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുഹിയുദ്ദീൻ ശൈഖും ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. കാരണം ആ മുഹിയുദ്ദീൻ ശൈഖിന്റെയൊക്കെ ജീവിതം നാം പരിശോധിച്ചു നോക്കുമ്പോൾ അത്രയും അധികം സൂക്ഷ്മതയോടുകൂടിയും വളരെയധികം താഴ്മയോടുകൂടിയും ജീവിച്ച മഹാന്മാരായ ഇങ്ങനെയുള്ള ആളുകളെ നാം സ്മരിക്കപ്പെടുമ്പോൾ അവരുടെ മജ്‌ലിസിലേക്ക് നല്ല സ്നേഹത്തോടെയും ആദരവോടെയും കടന്നു വന്നുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ ഒത്താശയങ്ങളും പൂർണ്ണമായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ മുഹിയുദ്ദീൻ ശൈഖ് നമുക്കൊരു കാവലായി മാറും. മുഹിയുദ്ദീൻ ശൈഖ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പിടിവള്ളിയായി നമുക്കെല്ലാ സമയത്തും ആ ശൈഖ് അവറുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആശയ അഭയ കേന്ദ്രമായി നമുക്ക് മാറും. ആ മാറണമെങ്കിൽ അങ്ങനെയുള്ള മഹത്തുക്കളെ നാം നെഞ്ചിലേറ്റണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നേരത്തെ മജീദ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ മജ്‌ലിസിൽ നേതൃത്വം നൽകേണ്ടത് പ്രിയ ജ്യേഷ്ഠൻ ചേവാർ തങ്ങളാണ്. തങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി, സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിദേശ പര്യടനത്തിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു പൂർത്തീകരണം, ദൗത്യത്തിന്റെ പൂർത്തീകരണം എല്ലാ അർത്ഥത്തിലും സഹകരണത്തോടുകൂടെ, നല്ല സപ്പോർട്ടോടുകൂടെ എല്ലാവരുടെയും സഹകരണം കിട്ടി നല്ല സന്തോഷത്തോടെ ഇവിടെ എത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമുക്ക് വലിയ അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വരിക എന്നുള്ളത്. ആ സ്ഥാപനത്തിൽ നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ അതിൽ ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ, ആരൊക്കെ അതിന് വേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ, അവർക്കൊക്കെ ഈ കുട്ടികൾ പഠിക്കുന്നതിലൂടെ അതിന്റെ ഓരോ വിഹിതം, പ്രതിഫലത്തിന്റെ ഓരോ വിഹിതം ഈ സഹായിച്ചവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു തൗഫീഖാണ്.
ആ തൗഫീക്ക് അത് മുറിയാതെ അതിന്റെ പ്രതിഫലത്തിൽ നിന്ന് കുറഞ്ഞു പോവാതെ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹം നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതിൽ നാം ചെറിയ സംഖ്യ കൊണ്ടാണ് എങ്കിലും അതിൽ നാം സഹകാരികളാകണം. ഇപ്പൊ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പൊതുവായ സ്ഥാപനം തങ്ങൾക്ക് നിർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സമൂഹത്തിന് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജനങ്ങൾക്കും തങ്ങൾക്കും എല്ലാവർക്കും നാട്ടുകാർക്കും ഉപകാരം കിട്ടണം. ആ രീതിയിലുള്ള ആ നിയത്തിലൂടെയാണ് തങ്ങൾ ഇതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അതിലെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് അതിന് നല്ല വിജയം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാവരും അതിന് വേണ്ടി എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും നമ്മുടെ എല്ലാ പദ്ധതികളും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൂർണ്ണാർത്ഥത്തിൽ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഞങ്ങളുടെ പോയ ഉദ്ദേശങ്ങളൊക്കെ റാഹത്തോടെ സന്തോഷത്തോടെ പൂർത്തീകരിച്ച് ഇവിടെ എത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. സുദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 12 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്താം. വോട്ടിന്റെ സമയമായിരുന്നു ഇന്ന്. പലരും വോട്ട് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന നല്ല ഒരു സ്ഥാനാർത്ഥികളെ നമ്മുടെ നാട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം, ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയ്ക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട്. ഇന്ന് സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്നുള്ളത് ലജ്ജ തന്നെയാണ്. നാണം എന്നുള്ള സാധനം നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് വളരെയധികം ഗൗരവത്തോടുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം നല്ല നാണമുള്ളവരാകണം. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ നാണമുള്ള ലജ്ജയുള്ള ആളുകളായിരിക്കണം. അതല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹബീബായ മുത്തനബി പറയുകയാണ്, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ എന്നുള്ളത്, നാണം എന്നുള്ളത് അത് ഈമാനിന്റെ ശാഖയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈമാനിന്റെ ഒരു ഭാഗമാണ് നാണം എന്നുള്ളത്. ഈമാനുള്ളവർക്ക് മാത്രമേ ലജ്ജിക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് നല്ല നാണമുണ്ടാകുമ്പോഴാണ്, നമുക്ക് നല്ല ലജ്ജയുണ്ടാകുമ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോടും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മറ്റുള്ള ജനങ്ങളോടും നമുക്ക് നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ, നമുക്ക് നല്ല രൂപത്തിൽ പെരുമാറ്റ ശീലമുണ്ടാകണമെങ്കിൽ നല്ല ലജ്ജയുള്ള മുഅ്മിനീങ്ങളായി നാം മാറണം. എന്നാലേ നമ്മുടെ ജീവിതം നമുക്ക് പരിശുദ്ധമാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ലജ്ജയുടെ ഇസ്ലാമികപരമായ അർത്ഥതലങ്ങളിലേക്ക് നാം ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അല്ലാഹുവിനോടും മനുഷ്യരോടും അതേപോലെ തന്നെ സ്വയമായി ലജ്ജിക്കേണ്ട ഓരോ അവസ്ഥകളെ കുറിച്ചും ഇസ്ലാമിൽ പരാമർശിക്കുന്നുണ്ട്. ആദ്യമായി തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹുവിനോടുള്ള ലജ്ജയാണ്. എങ്ങനെയാണ് നാം അല്ലാഹുവിനോട് നാണിക്കേണ്ടത്? എങ്ങനെയാണ് നാം അല്ലാഹുവിനോട് ലജ്ജ പുലർത്തേണ്ടത്? അത് നമ്മോട് വളരെ പരിശുദ്ധമായി തന്നെ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അല്ലാഹുവിനോട് ലജ്ജ കാണിക്കേണ്ട രൂപം എന്താണ്? എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കലാണ്. എല്ലാ തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും നാം മാറി നിൽക്കുമ്പോൾ അത് അല്ലാഹുവിനോടുള്ള നാണമായി ലജ്ജയായി മാറുകയാണ്. നാം വലിയ ഹറാമിലേക്ക് കടക്കുമ്പോൾ, നാം വലിയ ഹറാം ചെയ്യാനായി ഉതകുമ്പോൾ, നാം ആ സമയത്ത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു നാണം നമ്മുടെ മനസ്സിലേക്ക് കടക്കുമ്പോൾ, ഈ തെറ്റ് ചെയ്താൽ ഞാൻ എങ്ങനെ അല്ലാഹുവിനെ കാണും, ഞാൻ എങ്ങനെ അല്ലാഹുവിന്റെ മുഖത്ത് നോക്കും എന്നുള്ള വലിയ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അത് അല്ലാഹുവിനോടുള്ള നാണമാണ്. ആ ഒരു ലജ്ജ, ആ ഒരു നാണം നമ്മുടെ ജീവിതത്തിൽ നാം മാതൃകയാക്കിയെടുക്കണം. അതേപോലെ തന്നെ രണ്ടാമതായി എണ്ണുന്നത് മനുഷ്യരോടുള്ള ലജ്ജയാണ്. മനുഷ്യരോട് പെരുമാറേണ്ട രീതിയാണ്. മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ്, മനുഷ്യരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റശീലം പുലർത്തുമ്പോഴാണ് അത് മനുഷ്യരോടുള്ള നാണമായി മാറുന്നത്. നമുക്കറിയാം, നാം ഇന്നത്തെ കാലഘട്ടത്തിൽ നാം വളരെയധികം വ്യസനപൂർവം കാണുന്ന ഒരു സാഹചര്യമാണ്. ഇലക്ഷന്റെ കാലഘട്ടമായിരുന്നു നാം കാണാനിടയായത്. ആരെയും കുറ്റപ്പെടുത്താൻ പറയുകയല്ല, നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ സമൂഹത്തൊക്കെ സ്ത്രീകളുടെ കടന്നുകയറ്റം അത് വളരെയധികം നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഇസ്ലാമിനെ തളർത്തിക്കളയുന്ന ഒരു സംഭവമാണ്. സ്ഥാനാർത്ഥികളായി സ്ത്രീകളുടെ കടന്നുകയറ്റം എന്നുള്ളത് അത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട കാര്യമാണ്. അത്രയും അധികം ലജ്ജ നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മേഖലകൾ നാം തിരഞ്ഞെടുക്കുന്നത്. എത്രയോ അന്യപുരുഷന്മാരെ കാണേണ്ടി വരുന്നു, അന്യപുരുഷന്മാരോട് സംസാരിക്കേണ്ടി വരുന്നു. ഇതൊക്കെ പച്ച ഹറാമല്ലേ? ഇതൊക്കെ ഹറാമിന്റെ വകുപ്പിലല്ലേ പെടുന്നത്? അങ്ങനെയൊരു സാഹചര്യം നാം മനസ്സിലാക്കി നോക്കുമ്പോൾ പല സമയത്തും നാം ഹറാമിലായി ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കും. ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ, ആ ഒരു സാഹചര്യം ഇല്ലാതാക്കണമെങ്കിൽ നാം നല്ല സൂക്ഷ്മതയുള്ള ആളുകളായിരിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടി ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളമായിട്ട് മുത്തുനബി എണ്ണിയത് അത് സ്ത്രീകളുടെ കടന്നുകയറ്റമാണ്. സ്ത്രീകളുടെ കടന്നുകയറ്റമുണ്ടല്ലോ, അത് ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളമായി കാണണമെന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തുമ്പോൾ, ഓ സഹോദരങ്ങളെ, ഓ ഉമ്മമാരെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുകയല്ല. ഞാൻ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയാദർശം അത് നാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്നാലേ അതിൽ നിന്ന് നമുക്ക് തെറ്റിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. നാം എപ്പോൾ മരിക്കുമെന്ന് ഒരാൾക്കും ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ, പ്രായപരിധിയില്ലാതെ എത്രയോ ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഈ ഒരു സാഹചര്യമുണ്ടല്ലോ, നമ്മുടെ ജീവിതം വളരെയധികം നല്ല ശീലമുള്ള, നല്ല ചിട്ടയുള്ള ജീവിതമായിരിക്കണം. ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിരിക്കണം.
എന്നാലേ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ശഫാഅത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ രണ്ടാമതായും മനുഷ്യരോടുള്ള ലജ്ജ നാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ മൂന്നാമതായി ഇസ്ലാമിൽ എണ്ണുന്നത് അത് സ്വയം ലജ്ജയാണ്. നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോ മുസ്ലിമിനും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട സ്വയം നാണം എന്നുള്ള ഒരു സംഗതി അത് നാം ജീവിതത്തിൽ മാതൃകയാക്കിയെടുക്കണം. എങ്ങനെയാണ് സ്വയം നാം ലജ്ജിക്കേണ്ടത്? ആ ഒരു സാഹചര്യം ഇസ്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തനിച്ചായാൽ പോലും ആരും കാണാതെ നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം അത് നമുക്ക് വലിയ ലജ്ജയാണ്. ആ ഒരു നാണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നാം ആരുമില്ലാത്ത പാതിരാ സമയത്ത് ആരുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയ ആ ഒരു സാഹചര്യത്തിൽ ഏത് തെറ്റും ചെയ്യാൻ സാധ്യതയുള്ള ആ ഒരു സമയം അല്ലാ അല്ലാ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും നിത്യമായി എടുക്കുമ്പോൾ പിന്നെ ഒരു ഹറാമിലേക്കും നമ്മുടെ ചിന്ത പോവുകയില്ല. ഒരു ഹറാമും ചിന്തിക്കാനുള്ള മനസ്സ് നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല. ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തെ നാം മാറ്റിയെടുക്കണം. എന്നാലേ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. മുഅ്മിനീങ്ങളെ, ഉമ്മറങ്ങന്മാരെ, ലജ്ജ കൊണ്ടുള്ള വളരെയധികം മഹത്വം നമുക്ക് ജീവിതത്തിൽ കൈവരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമതായി എണ്ണുന്നത് ലജ്ജ കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പാപത്തിൽ നിന്നുള്ള പൂർണ്ണ പ്രൊട്ടക്ഷൻ, പാപത്തിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പെടുത്തി തരികയാണ്. ഹയ എന്നുള്ളത് ഒരു ആത്മീയ കവചമാണ്. ഹയ ഉള്ളവർ, ഹയ നാണമുള്ളവർ തുറന്ന് തെറ്റ് ചെയ്യുകയില്ല. പരസ്യമായി തെറ്റ് ചെയ്യാൻ, പരസ്യമായി എല്ലാ തോന്നിവാസങ്ങൾ ചെയ്യാൻ അവരുടെ മനസ്സ് സമ്മതിക്കുകയില്ല. എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു സന്മനസ്സ് അത് ലജ്ജയുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു പ്രത്യേകത അത് ലജ്ജയുടെ മഹത്വമാണ്. ലജ്ജയുള്ളവർക്ക് ഇങ്ങനെയുള്ള ആത്മീയമായ ഒരു ചിന്ത, അല്ലാഹുവിനോടുള്ള പേടി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത്, ആ മുത്ത് നബിയോടുള്ള ആ ചര്യ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ അത് നല്ല ലജ്ജയുള്ളവരാകണം.